ചോലയുടെ ഉദ്ഘാടന എന്തുടേ ഇത് ചോലയുടെ ഉദ്ഘാടന ഹണിറോസ വരെ നാളെ. ഹണിറോസ കുട്ടേട്ട ഇതൊന്ന് പിടിച്ചേ, രണ്ടും പിടിക്കേ. എത്ര കാലായി മുതലൊന്ന് കണ്ടിട്ടെന്നറിയാ. നാളെ ഞാൻ പണിക്ക് പോയില്ലെങ്കിലും ഹണിറോസിനെ കാണാൻ പോടാ. ഒരുപാട് നാളത്തെ പൂതിയാണേ. പറച്ചല് എല്ലാ ദിവസവും പണിക്ക് പോണ ആളാണ്. പിന്നെ അപ്പന്റെ പറച്ചിലെ കേട്ടപ്പോ മറ്റേ കളക്ടർ ഉദ്യോഗ രാജിവെച്ച് വന്നിരിക്കാണ്. ഒന്ന് പോയിടായിരുന്നു. ഞാൻ നാളെ നോക്കിക്കോ നീ. ഇത് കുറച്ചുകൂടി എന്തുട്ടത് കണ്ടൂടെ. സോറി, എക്സ്ട്രീംലി സോറി. ആരാ മനസ്സിലായില്ലോ? പറഞ്ഞു കൊടു. മനസ്സിലാക്കി തരാം. അദ്ദേഹം പ്രശസ്ത സംവിധായകൻ രാജൻ കുൽക്കർണി, ലോക പ്രശസ്ത ഒരുപാട് സിനിമ പിടിച്ച സംവിധായകനാണ്. ഞാൻ ഡാനിയൽ ഡിസൂസ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഈ വഴിക്ക് ഞങ്ങൾ വരുമ്പോഴാണ് ഈ ലൊക്കേഷനായിട്ടുള്ള ചായക്കട കാണുന്നത്. എന്നാ പിന്നെ ഇവിടെ ഒരു 3 ദിവസത്തെ ഷൂട്ട് വയ്ക്കാന്ന് വെച്ചു. കാരണം ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. അതെ, ഞങ്ങളുടെ പുതിയ സിനിമയുടെ ലൊക്കേഷൻ തേടിയുള്ള യാത്രയായിരുന്നു. നിങ്ങളുടെ ഈ ചെറിയ ചായക്കട ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇവിടെ തന്നെ 3 ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പോരെ? എന്താ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഞങ്ങൾക്കൊരു 3 days ഷൂട്ടിംഗ് മാത്രം മതി. അതിന് എത്ര ക്യാഷ് വേണമെങ്കിലും ഞങ്ങൾ തരും. അല്ലേ ഡിസൂസ? കറക്റ്റ്. മിസ്റ്റർ ഡിസൂസ, അദ്ദേഹത്തിന് ഒരു 1 lakh ചെക്ക് എഴുതി കൊടുക്കൂ. എത്രയും പെട്ടെന്ന്. അല്ല സാറേ, ഇതിലാരെ നായിക? മിസ്റ്റർ കുട്ടൻ, ഇതില് എഴുതിയ കേസ് എല്ലാം ഉണ്ട്. എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, 1 lakh ഉണ്ട് കേട്ടോ. കുട്ടേട്ടാ, ബോധം കെടാൻ പറട്ടെ. ഇനി ഹണിറോസ് വരുന്നുണ്ട്. ഇത്രയും തുക ആദ്യമായിട്ടാവും ഇങ്ങനെ കയ്യിൽ കിട്ടുന്നത്. വെരി കറക്റ്റ്. ഓക്കെ. അല്ല സാർ, നിങ്ങൾ ഇതിനു മുന്നുള്ള സിനിമ ഏതാ? ഏറ്റവും ഇടന്നവായി കാണാനില്ല എന്നാണ് പേര്. അന്താരാഷ്ട്ര സിനിമോത്സവത്തിൽ ഒട്ടേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പടമാണ്. നിങ്ങൾക്ക് ഇനിയും ഇതിന്റെ അപ്പുറത്തേക്ക് കാണാം. അവാർഡ് പോലാണ്, അതുകൊണ്ട് ആരും കാണാത്തും കേൾക്കാത്തല്ലേ. ഇവിടെയാണ് നമ്മുടെ നായകൻ ഇരിക്കുന്നത്. ഇവിടെ നായികയും. ഇവർ പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഞാനിത് ഇപ്പൊ ആലോചിച്ചുള്ളൂ. നീ എന്തിനാണ് ഇപ്പൊ ഇത് ആലോചിച്ചത്? പിന്നെ ഞാൻ എന്തോന്നാ അപ്പൊ ആലോചിക്കുക? അത് പിന്നീട് ആലോചിച്ചാൽ മതി. എനിക്കിപ്പോ എന്താ ഉള്ളത്?
മിസ്റ്റർ ഡിസൂസ, അവിടെയാണ് നമ്മുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ്. 3 സ്റ്റണ്ടും അവിടെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു. 3 സ്റ്റണ്ടും? ആ, 1 മലയുടെ മുകളിൽ, 2 മധ്യത്തിൽ, 3 ഇവിടെ. അവസാനം വില്ലൻ അവിടുന്ന് ചാടുന്നു നമ്മുടെ ചായക്കടയിലേക്ക്. ഉടനടി ഉള്ളിലേക്ക് വീഴുന്നു. പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. പോരെ? എങ്ങനെയാ? അതാണ്. വാ. അല്ല സാറേ, സാറിന്റെ പുതിയ പടത്തിന്റെ പേരെന്തിട്ടാ? ഈ പടത്തിന്റെ പേരാണ് അമ്മേ അച്ഛനാരി എന്നാണ്. അച്ഛനെ തേടി ന്യൂസിലൻഡ്, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുന്ന മകൻ അവസാനം അച്ഛൻ ഇവിടെയുണ്ടെന്നറിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ചെത്തി. സഹിക്കാൻ പറ്റാത്ത കഥ. അതൊക്കെ പോട്ടെ സാറേ, അച്ഛനമ്മനൊക്കെ പോട്ടെ. നമ്മുടെ ഹണി റോസ് എപ്പോഴാ വരിക? അത് പറ. യു മീൻ ഹണി റോസ്? യെസ് യെസ്, ഹണി മാഡം. ഈ കടയിൽ വെച്ച് ചായ കുടിക്കാൻ വരുന്ന മകൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വരുന്ന ഹണി റോസിനെ കണ്ടുമുട്ടുന്നു. അവിടെയാണ് അവന്റെ ലവ് ആരംഭിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് കഥ? അല്ല മഹേഷേ, ഇവര് പറയണ കഥയും കഥാപാത്രങ്ങളൊന്നും അങ്ങോട്ട് യോജിച്ചു. എന്തോ ഒരു കുഴപ്പം എവിടെ ഉണ്ട്. ഒന്ന് പോടപ്പേ. ഇവിടെ ഹണി റോസ് എപ്പോഴാ വരിക നോക്കിയാൽ മതി. അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. നോക്കാം. ഹണി റോസ് ആ കാറിൽ വന്ന 2 പേര് എവിടെയാ? ആര്? കുൽക്കർണി സാറാ ഡാനിൽ സാറാ? ഡാനെ കുൽക്കർണി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ സിനിമ ഭ്രാന്ത് കാണിച്ചു വന്ന 2 പേരുണ്ടല്ലോ, അവരെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിക്കുന്നത്. അവരല്ലേ ഇവിടെ ഇങ്ങട്? എവിടെടോ? എവിടെ? രാജാ, മണി, നിങ്ങളെ ഞാൻ കണ്ടുട്ടാ. മര്യാദക്ക് പുറത്തു വന്നോ. സാറ് പറഞ്ഞു കേട്ടില്ലേ? 2 ഇങ്ങോട്ട് പോരെ, കിട്ടുണ്ടോ ഇങ്ങോട്ട് പോരെ. ഡാ പോടാ, നീക്കറ നീക്കറ വാങ്ങേ. സാറേ, ആ സാമയുടെ എന്തൊക്കെ ഭാഗ്യാണ്. 2 പുറമെ പൊട്ടിക്കണം സാറേ ഒന്നും ചെയ്യല്ലേ. എന്താ സാറേ പ്രശ്നം? ഒന്നും മനസ്സിലാവണില്ലല്ലോ. എല്ലാം പറയാം മിസ്റ്റർ. ഇവർ 2 പേരും തൃശൂർ മാനസികാരോഗ ആശുപത്രിയിൽ നിന്ന് ചാടി പോകുന്നവരാണ്. ഇന്ന് കാലത്ത് മുതൽ 2 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചാടി പോകുന്ന സൂപ്രണ്ടിന്റെ കാറും ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ചില വിവരങ്ങൾ കിട്ടി. അവർ ഈ പരിസരത്തുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തെരഞ്ഞെത്തിയത്. ഇരിക്കുന്ന 2 ഇവിടെ. അപ്പൊ ഒരു ശരിക്കും സിനിമക്കാരല്ലേ? എനിക്ക് നേരത്തെ എന്തോ പന്തികേട് തോന്നിയത് ഹണി റോസ്. അപ്പൊ ചേട്ടാ ശരിക്കും വട്ടായിരുന്നല്ലേ? ഇപ്പൊ ആ കിടന്നപ്പ കാണാനില്ലാന്ന് പറഞ്ഞത് ആ സിനിമ ഇറങ്ങിയില്ലേ? കിടന്ന പായെന്നുള്ള സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു തന്നെയാണ്. പക്ഷെ ആ പടം പെട്ടിന്ന് പുറത്തേക്ക് വന്നില്ല. നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാം, ഉള്ള കിടപ്പാടും കാര്യങ്ങളും എല്ലാം വിറ്റ് തുറച്ചു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ മെന്റലുമായി ഞങ്ങളുടെ ഹോസ്പിറ്റലുമായി. ഇപ്പൊ ആ പഴയ പടത്തിന്റെ പേര് പോലെ തന്നെ ഉള്ള കിടപ്പാടം കൂടി പോയി. അതാണ് അവസ്ഥ. നടക്കണ സാറേ വീട് സാറേ. രാജു, ആ ബുള്ളറ്റ് പിന്നെ ഒന്ന് എടുക്കാം. ഇപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് പോവാം. ഓക്കെ സാർ. എന്റെ അടുത്ത സിനിമയുടെ പേരാണ് കുട്ടേട്ടന്റെ ചായക്കട. കുട്ടേട്ടന്റെ ചായക്കട, കുട്ടേട്ടന്റെ ചായക്കട.